ഈ സന്ധിപ്പാൻ ലഭിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ കുടുംബം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു പുതിയ സാധ്യത ദൈവം നമുക്ക് ഒരുക്കി. കർത്താവിന്റെ വിശ്വസ്തയ്ക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ വലിയ നന്മ ഇന്ന് രാത്രി അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ സന്ധ്യയിൽ ചെലവിടുവാൻ ലഭിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവവചനത്തിലേക്ക് രാത്രി പ്രവേശിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ കാത്തിരുന്ന 120 പേരുടെ നടുവിൽ വെളിപ്പെടുകയും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ആ സമയത്ത് അവിടെ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഒന്നിച്ചു കൂടി വരുമ്പോഴാണ് ഈ മുഴക്കം ഉണ്ടാകുന്നത്, ബഹളം ഉണ്ടാകുന്നത്. അവർ ഓടിക്കൂടുമ്പോ അവരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമയം, സാഹചര്യം ഒക്കെ വ്യത്യസ്തമാണ്. ആളുകൾ ഒന്നിച്ച് പറഞ്ഞ ഇവര് മദ്യപിച്ചിട്ടുണ്ട്, ഇവർ വീഞ്ഞ് കുടിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ വായിക്കുന്നത് എല്ലാവരും പ്രവചിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കും എന്ന് തമ്മി പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അങ്ങനെ ആ പരിഹാസത്തിന്റെ നടുവിൽ പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഏറ്റവും കാതലും ശക്തവുമായ വാക്യമാണ് നാം വായിച്ചത്. പുതുവീഞ്ഞ് കുടിച്ചതല്ല, പരിശുദ്ധാത്മാവ് വാഗ്ദത്തത്താൽ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ മധ്യേ വന്നതാണ്. ആത്മാവിനാലാണ് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നെന്നുള്ള തെളിവ് പറയുമ്പോൾ അവർ യേശു കർത്താവിനെ കുറിച്ച് പറയും. കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആ കർത്താവിനെ നിങ്ങൾ ക്രൂശിച്ചു. 23-ാമത്തെ വാക്യത്തിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു. എന്നാൽ അടുത്ത വാക്യം 24-ാമത്തെ വാക്യം, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യമാണ് പത്രോസ് അവരോട് പറയും. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രസംഗം എന്നാന്ന് ചോദിച്ചാൽ, യേശു മരിച്ചത് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനർത്ഥം യേശു ഇന്നും ജീവിക്കുന്നു എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജും ദൈവസഭയുടെ ഉണർവിന് കാരണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അർത്ഥങ്ങൾ മാറുന്നതാണ് നമ്മുടെ കർത്താവ് ജീവനോടെ ഉണ്ട് എന്നുള്ള ബോധ്യം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിലൊക്കെ നമ്മളങ്ങ് വ്യാകുലപ്പെട്ടിട്ട് ഇതിനപ്പുറത്തൊന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭാരത്തിൽ നടക്കുമ്പോൾ ഇന്ന് രാത്രി അറിഞ്ഞിരിക്കണം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ
അവൻ മറുപടി തരുവാൻ വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കണം. ഇതൊരു വാക്ക് മാത്രമല്ല, കറ്റാലംബനം എന്ന് പറയുന്ന ഒരു പദമാണ്. അതിനർത്ഥം അവനെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല, പിടിച്ചു വെക്കാൻ പറ്റിയില്ല, മൂടിയിടാൻ പറ്റിയില്ല, തടഞ്ഞിടാൻ പറ്റിയില്ല. ചുരുക്കം പറഞ്ഞാൽ അസാധ്യതകൾ 100 മുൻപിലുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് ഉയർത്തും. ഒരു സാധാരണ ചിന്തയായിട്ട് കളയരുത്. എന്തുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത് എന്ന് തിരുവചനത്തിൽ 1-2 കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കാനായിട്ട് പോകും. യേശു ദൈവമാണ്, ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയല്ല, മനുഷ്യത്വത്തിനകത്താണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും, ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? താല്പര്യപ്പെടുന്നുണ്ടോ? ഒരു മാറ്റം ആവശ്യമല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ മതിയോ? ചേഞ്ചിന്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? അതിന്റെ 31-ാമത്തെ വാക്യം, അതേ അധ്യായം, അതിന്റെ 31-ാമത്തെ വാക്യം, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. നിങ്ങൾ 31-ാമത്തെ വാക്യം. അതുപോലെ അതിന്റെ 13-ാം അധ്യായത്തിന് 34, അതിന്റെ 33 മുതലുള്ള 32 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാലും വേഗത്തിൽ അതിന്റെ ചുരുക്കമായിട്ട് പറയാം. പൗലോസിന്റെ പ്രസംഗമാണിത്. അവിടെ പൗലോസ് പറയുക, ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന് സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. 35-ാമത്തെ വാക്യം, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ആ വാക്യം ശ്രദ്ധിക്കണം. 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഒന്ന് അതിന്റെ 31-ാമത്തെ വാക്യം, അപ്പോൾ തന്നെ 13-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം, 32 മുതൽ 35 വരെയുള്ള വാക്യം. ഈ 2 വാക്യങ്ങളിൽ ഒരു പദം ശ്രദ്ധിക്കേണ്ട പദമാണ്. അവിടെ ഇങ്ങനെയാണ്, വാഗ്ദത്തം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന്, ഭൂമിയിൽ താൻ അവതരിക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവന്റെ ജഡം ദ്രവത്വം കാണുകയില്ല. വർഷങ്ങൾക്ക് മുമ്പിലുള്ള തന്നോട് പറഞ്ഞ പ്രവചനദൂതികൾ, വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, ഞാൻ ഈ വാക്കിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കണം, വാഗ്ദത്തം ഉള്ളവനെ തകർക്കുവാൻ പിശാചിന് കഴിയുകയില്ല. വാഗ്ദത്തം ഉള്ളവനെ ഒടുക്കാൻ ഒന്നിനും സാധ്യമല്ല. ഇതൊരു വാഗ്ദത്തം ചെറിയ വിഷയമല്ല. വാഗ്ദത്തം എന്നൊക്കെ പറയുന്നത് ദൈവത്തോളം വലിപ്പമുള്ള ഒന്നാണ്. ദൈവത്തിന്റെ വാക്കിനെയാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. അതിനർത്ഥം ദൈവം വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറുന്നതേ അല്ല. വാഗ്ദത്തങ്ങളെ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? എങ്ങനെയാണ്? ദൈവം നമ്മോട് കാലാകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന ദൂതുകളുണ്ട്, സ്വപ്നത്തിലൂടെ ദൈവം പറയുന്നതുണ്ട്, വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെട്ടതുണ്ട്, മറ്റ് ദൈവദാസന്മാരിലൂടെ ശുശ്രൂഷകളിൽ നമ്മളോട് ദൈവം സംസാരിച്ച വാക്കുകളുണ്ട്. ഇതെല്ലാം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ അസാധാരണ സാധ്യതകളാണ്. ഇത് നമ്മിൽ വെളിപ്പെടുന്നത് വരെ നമ്മെ ഉടയ്ക്കാൻ ഒന്നിനും സാധ്യമല്ല. ഈ തെളിവുകള് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്,
ഞാൻ ജെറുസലേമിൽ പോകുമ്പോൾ ഞാൻ നിശ്ചയമായും റോമയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജെറുസലേമിൽ പോകുന്ന സമയത്ത് റോമയും കാണണം എന്ന് താൻ അവരുടെ ആഗ്രഹം പറയുകയാണ്. എന്നാൽ 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാന് ധൈര്യമായി, അതിന് 11-ാമത്തെ വാക്യം, രാത്രി കർത്താവിനോട് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് ജെറുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. അതിനർത്ഥം ഞാൻ നിന്നെ റോമിൽ നിർത്താൻ പോകുകയാണ്. ഒരു ദൈവിക വാഗ്ദത്തം അവന്റെ മേൽ വെളിപ്പെടുകയാണ്, ഞാൻ നിന്നെ റോമിൽ നിർത്തും. പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ജീവൻ അപായപ്പെടുത്തത്തക്ക നിലയിലുള്ള എല്ലാ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ. 1-2 പ്രാവശ്യങ്ങളല്ല, 9 പ്രാവശ്യമാണ് തന്റെ ജീവനെ അപായപ്പെടുത്താനായിട്ട് നോക്കുന്നത്. 28-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ റോമിലെത്തിയെന്ന് വായിക്കും. ഈ 19-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ വായിച്ചാൽ തന്റെ ജീവിതത്തിന്റെ ആകെ തുകകൾ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. അവിടെ എല്ലാം ഒരു കാര്യം വിട്ട് അടുത്ത കാര്യമാകട്ടെ, ആ പ്രശ്നത്തിൽ നിന്ന് താന് മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കാണുന്നതെല്ലാം തന്നെ അവനെ കൊന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അവിടെയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, അവസാനം കപ്പൽ ഛേദം ഉണ്ടായി. അത് മാത്രമല്ല, ആ രക്ഷപ്പെട്ട ചെന്ന സ്ഥലത്ത് താൻ തീ കൂട്ടുമ്പോൾ ഒരു അണല് കൈക്ക് പറ്റിയെന്നാ പറയും. ഇതൊക്കെ സാഹചര്യമാണെന്ന് പറഞ്ഞാലും ജീവൻ അപായപ്പെടുത്തുന്ന അണല് കടിച്ച് ആരും ജീവിച്ചിട്ടില്ല, സത്യമാണ്. അവർക്ക് നന്നായിട്ട് അറിയാം, അല്പസമയം കഴിയുമ്പോൾ അവൻ അവസാനിക്കും. പക്ഷേ ഒരു ദേശക്കാർ മുഴുവൻ നോക്കി നിൽക്കെ അവൻ ആ അണലിയെ തീക്കകത്തേക്ക് കുടഞ്ഞു, വീണ്ടും തീ കാഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ദേശക്കാരുടെ എല്ലാം മനസ്സ് മാറിയെന്ന് 28-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നത്. എന്നിട്ടും അവൻ ജീവനോടെ ഇരിക്കുന്നു. ഇതിനർത്ഥം വാഗ്ദത്തങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതുവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും തകർച്ചകളും പ്രതിസന്ധികളും വ്യഥകളും ഒക്കെ നിൽക്കുമെങ്കിലും വാഗ്ദത്തത്തിനകത്ത് നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കാം, അത് സാധ്യമാകും. നിങ്ങളെ ഉടയ്ക്കുവാൻ കഴിയുന്നതല്ല. ഒന്നുകൂടെ വാക്ക്, അത് സാധ്യമാകും, ഉടയ്ക്കാൻ കഴിയുന്നതല്ല. പിന്നെ എങ്ങനെയാണ്? പഴയ നിയമത്തിൽ ഞാൻ ഒത്തിരി മനുഷ്യരെ വായിക്കേണ്ടതായിട്ടുണ്ട്. സ്വപ്നങ്ങളിലൊക്കെ അതിജീവിച്ച മനുഷ്യരുണ്ട്. യാക്കോബിനെയൊക്കെ വായിക്കുന്നത് അത് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾ 20 വർഷങ്ങൾ നേരിട്ടെന്നുള്ള. അമ്മായിപ്പൻ 10 പ്രാവശ്യം തന്നെ നന്മ മാറ്റിയെന്നും തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയമില്ല. ഇപ്പൊ ഈ 20 പ്രാവശ്യം ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ ആ മനുഷ്യൻ കയറിപ്പോയിട്ടുണ്ട്. പലതവണ നന്മകൾ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ ആ 30-31 അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം അവസാനിക്കുന്ന, എല്ലാം തകരുന്ന ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നത് ഒരു സ്വപ്നത്തിനകത്തൂടെ. ഒരു സ്വപ്നത്തിൽ വരയും പുള്ളിയുമുള്ള ആ ആടുകളുടെ ചിത്രം സ്വപ്നത്തിൽ കണ്ടിട്ട് അതുപോലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആ 20 വർഷത്തെ നന്മകളെ മുഴുവൻ ഒറ്റയടിക്ക് മടക്കിയെടുക്കുന്ന ഒരു മനുഷ്യനെ കാണാം നമുക്ക്. ഇപ്പൊ വാഗ്ദത്തങ്ങൾ എപ്പം തന്നെ ജോസഫ്, അതുപോലെ ഇസ്രായേൽ മക്കൾ ജോസഫിന്റെ ആ അസ്ഥികളെ എടുത്ത് സൂക്ഷിച്ചു വെച്ചെന്നാ വായിക്കുന്നത്. ജോസഫ് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. 50-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, ഞാനിവിടെ മരിക്കും, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അതുകൊണ്ട് പോകുമ്പോ എന്റെ അസ്ഥിയും കൂടെ എടുത്തോണ്ട് പോകണമെന്ന് അവരോട് പറഞ്ഞു. നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവർ പുറപ്പെട്ടു പോകുമ്പോൾ, പുറപ്പാട് 13-19 വാക്യമാണ്, അവർ പുറപ്പെട്ടു പോകുമ്പോൾ അവർ ജോസഫിന്റെ അസ്ഥികളും കൂടെ എടുത്തുകൊണ്ടുപോയി. അതിനർത്ഥം 430 വർഷം ഉണങ്ങിപ്പോയ, ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടും അവസാനം ആ അസ്ഥികൾക്ക് ജീവൻ വെച്ചു, അല്ലെങ്കിൽ അസ്ഥികൾ തന്റെ വാഗ്ദത്തങ്ങളിലേക്ക് പോയി. ആ സിസ്റ്റം നമ്മൾ ചിന്തിച്ചാൽ
ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുൻപിൽ ഒരുപോലെ കിടന്നാലും, ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് നിങ്ങളോട് പറയാം. 53-ാം യെശയ്യാപ്രവചനം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ, അത് മുഴുവൻ സാഹചര്യങ്ങളും ജീവിതത്തിന്റെ പ്രതിസന്ധികളും ഒക്കെ കിടന്നാലും പിന്നെയും നിങ്ങൾ വേർപിടിക്കുന്ന പോലെ, ജീവിതത്തിന്റെ എല്ലാ മേഖലക്കകത്തും പുറത്തു വരുന്നത് പോലെ ഈ നാടുകളിൽ തമ്പുരാൻ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കാൻ പോകുകയാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഈ വാഗ്ദത്തങ്ങളെയാണ് നാം പറയേണ്ടത്. ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് നടക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സാറയെ കുറിച്ച് വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെണ്ണി പുത്രോത്പാദനത്തിന്റെ ശക്തി അവൾ തിരികെ പ്രാപിച്ചെന്നാണ്. അപ്പൊ വാഗ്ദത്തങ്ങളുടെ ആ വാഗ്ദത്തം ചെയ്തവന്റെ വിശ്വസ്തതകൾ എണ്ണിയിട്ട് ഒരു സാധ്യതയും ഇല്ലാത്ത ഒന്ന് അവൾ തിരികെ പിടിച്ചെങ്കിൽ ഇന്ന് രാത്രി അതെങ്ങനെയാ പ്രാപിച്ചെന്ന് 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. 3 പ്രത്യേക പദങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. അതൊന്ന് വിശ്വാസം, ദീർഘക്ഷമ, ഉത്സാഹം. ഈ 3 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഒരു വാഗ്ദത്തത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസത്തിലാണ്. അത് നടക്കുമെന്ന് ആരെല്ലാം എതിർത്ത് പറഞ്ഞാലും നിങ്ങൾ പറയണം, എന്നോട് പറഞ്ഞത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസിന്റെ ഒരു വാക്കാണ്. എല്ലാ പ്രതിസന്ധിക്കകത്തും ഒടയുമ്പം പൗലോസ് പറഞ്ഞ ഒരു പദമാണ്, എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇതൊരു നമ്മളോട് നമ്മൾ പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. നമ്മളോട് പറയുന്ന ഒരു പദമാണ്. പലപ്പോഴും നമ്മളോട് നമ്മുടെ വ്യക്തിപരമായ, ഈ പച്ചമലയാളത്തിൽ അതിന് ഗദ്ഗതോ എന്ന വാക്ക് ഉപയോഗിക്കും. നമ്മളിൽ തന്നെ പറയുന്ന ഒരു വാക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എല്ലാ ജീവിത സാഹചര്യത്തിലും നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കുന്ന തീർത്തും നമ്മൾ പറയുന്ന പോലെ നെഗറ്റീവായിരിക്കും. നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മളൊരു തീരുമാനം പറയും, ഇത് എന്നെയും കൊണ്ടേ പോത്തുള്ളൂ. ചില പറയത്തില്ല, ഇത് ഇവിടെ തന്നെ തീരത്തും, ഞാനൊരിക്കലും നന്നാവുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇതെല്ലാം 100 പേര് നമ്മളോട് പറയും, സാരമില്ല ഇതൊക്കെ നടക്കും എന്നെല്ലാം കഴിഞ്ഞാലും നമ്മൾ ഉടനെ നമ്മളോട് തന്നെ പറയും, ഓ അതൊന്നും നടക്കണമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ പറയുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങൾക്ക് വിരോധമായിട്ടിരുന്നാലും ഇത് നടക്കത്തില്ല 100 പേര് പറഞ്ഞാലും നിങ്ങൾ പറയണം, എന്റെ വാഗ്ദത്തം വിശ്വസ്തതയുള്ള ഒരാളാ പറഞ്ഞേക്കും, അതുകൊണ്ട് അത് നടക്കും. നമ്മളോട് പറയുന്ന വാക്ക് ദൈവം ശ്രദ്ധിക്കും. ദൈവത്തിന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്ന എപ്പോഴും ഒരു പൊതു ഇടങ്ങളിലല്ല, ഒരു ആരാധന കൂട്ടത്തിനകത്തെ കയ്യടിക്കകത്തോ ആരാധനയെ സംബന്ധിക്കുന്ന വെള്ളയിടുന്നതിന്റെ ഒന്നും അകത്തല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പച്ചയായ ഒറ്റപ്പെട്ട ജീവിതത്തിനകത്താണ് നിങ്ങൾ എന്താണ് എന്ന് ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എല്ലാ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. വായിച്ചാല് ഒരു മനുഷ്യനെ കുറിച്ച് വേറെ ദിവസം ഉപയോഗിക്കുന്ന ഇസ്മായിലാണ്, ഹാഗാറിന്റെ മകനായ ഇസ്മായിൽ. അവരുടെ ആ ചരിത്രം മുഴുവൻ പരിശോധിച്ചാല് ഒരു സാധ്യത ഉള്ള ഒരു സ്ത്രീയല്ല വാസ്തവത്തിൽ. ദൈവത്തിന് അവരോട് വലിയ കരുണ തോന്നേണ്ട ആവശ്യമില്ല. കാരണം അബ്രഹാം എന്ന് പറയുന്ന വാഗ്ദത്തത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചരിത്രം ഭംഗിയായിട്ട് എഴുതിയാൽ മതി. മോശയാണല്ലോ ഈ ചരിത്രമൊക്കെ എഴുതുന്നത്. ഒരിക്കലും അവരെ മെൻഷൻ ചെയ്യേണ്ട പോലും അല്ല, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നത് പോലും പുസ്തകത്തെ ആളുകളിൽ വിവരിക്കേണ്ട കാര്യമില്ല. വേദനകളുടെ ഒക്കെ നടുവിൽ ആ സ്ത്രീ ഓടിപ്പോകുന്നുണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന്. ഓടിപ്പോകുമ്പോൾ തന്നെ വഴിയിൽ വെച്ച് ദൈവം ഇടപെട്ടിട്ട് അവളെ തിരികെ അതേ പ്രശ്നത്തിലേക്ക് മടക്കി വിടുന്നുണ്ട്, അതേ വീട്ടിലേക്ക്. നീ ആ വീട്ടിൽ പോയി അടങ്ങി പാർക്ക എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടുവല്ലോ. ദൈവത്തിനൊരു പേരൊക്കെ ഇട്ട് ആ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. ഈ ശരിക്കും വേറെ ദിവസം പരിശോധിച്ചാൽ 2 കാര്യങ്ങൾ വളരെ അപൂർവവും അതിശയവുമായിട്ട് നമുക്ക് തോന്നാം. ഒന്ന്, ഈ വേട്ടക്കാരന്റെ ഉന്നം പിഴയ്ക്കാതെയും ഇരയുടെ കാലിന് ധൈര്യം പകരുകയും ചെയ്യുന്ന ഒരാളെ എഴുതിയിരുന്നു.
കാരണം കൃത്യമായിട്ട് ഉന്നം പഴക്കാതെ വേട്ടക്കാരൻ എയ്യുകയും, പക്ഷെ ഇര അതിശക്തിയോടെ കാലുകൾക്ക് ബലം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് സത്യം പറഞ്ഞ വേദോസം പരിചയപ്പെടുത്തുന്നത്. ഇരയുടെ കൂടെയും അതുപോലെ വേട്ടക്കാരന്റെ കൂടെ ഒരുപോലെ നിൽക്കുന്ന ദൈവം. ഇതൊരു ന്യായമാണോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചെന്ന് വരാം. എന്നാൽ തിരുവചനത്തിലെ ഏറ്റവും വലിയ ഭംഗി എന്നറിയാം, ആരെയും കൈവിടാതെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് ആരുമില്ല, ഞാൻ അത്ര യോഗ്യതയൊന്നും ഉള്ള ആളല്ല, എനിക്ക് അത്ര വലിയ വാഗ്ദത്തങ്ങളൊന്നുമില്ല, എന്നോട് ആരും അങ്ങനെ സ്നേഹമില്ല. ചിലരൊക്കെ പറയത്തില്ലേ, ഓ നിങ്ങൾക്കൊക്കെ ആളുകളുണ്ട്, ഞങ്ങൾക്കൊന്നും നമുക്കൊന്നും അങ്ങനെ വലിയ ആളുകളൊന്നുമില്ല. നമുക്കൊന്നും ആളുകൾ വേണമെന്നില്ല, നമുക്കൊക്കെ ഒത്തിരി സാധ്യത വേണമെന്നില്ല. പക്ഷേ ദൈവവചനം പരിശോധിച്ചാൽ ഈ ആളുകളുള്ളവരും സാധ്യത ഉള്ളവരെക്കാളും ഒക്കെ ഒറ്റപ്പെട്ട ചില മനുഷ്യരോട്, ഇതൊരു ദൂത ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒറ്റപ്പെട്ടു പോയി എന്ന് ഒറ്റപ്പെട്ട ചില മനുഷ്യരോട് ദൈവത്തിന് തോന്നുന്ന കരുണയുടെ ചിത്രമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇതേ പ്രശ്നത്തിലാണോ ഇനി ഞാൻ മുന്നോട്ട് പോകുന്നേ, ഇതേ പ്രതിസന്ധിയാണോ ഇനിയും പിന്നെ എൻ്റെ ജീവിതത്തിലെ, ദൈവം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ നിങ്ങൾ കണ്ടോ, അതേ ഇടത്തിൽ അവൾ പോകാൻ തയ്യാറാകുമ്പോൾ, അതേ പ്രശ്നത്തിലേക്ക് വീണ്ടും പോകാൻ തയ്യാറാകുമ്പോൾ അവിടുന്ന് അവൾ അത്ഭുതം നടക്കും. അതാണ് ജീവിതത്തിന്റെ മാറ്റം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതിനെ വീണ്ടും സ്വീകരിക്കാൻ കാണിക്കുന്ന ധൈര്യവും ആ മനസ്സുമാണ് നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കുക. വേറെ മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. ഒരു പ്രാവശ്യം വീശിയിട്ടല്ല, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അതേ ഇടത്ത് വീണ്ടും വീശാൻ പറയുമ്പം അതനുസരിക്കാനുള്ള മനസ്സെന്ന് പറയുന്നതിന്റെ പേരാണ് അത്ഭുതങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിലോ അത് കൊണ്ടു നടക്കുന്നതിലോ അത് കൂടെ കൂടെ പറയുന്ന ഒന്നും ഒരു അത്ഭുതമല്ല. അതൊരു സാധാരണ കാര്യമാണ്, ആർക്കും പറയാവുന്ന കാര്യമാണ്. പക്ഷേ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് പറയുമ്പോൾ അതിനെ വിശ്വാസത്തോടെ അതേ പ്രശ്നത്തെ തരണം ചെയ്യാൻ നമുക്ക് പറ്റുന്നതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ അത്ഭുതം. അവരാണ് അത്ഭുതം കാണുന്നത്, അവരാണ് ദൈവപ്രവൃത്തികളെ കാണുന്നത്. ഇന്ന് രാത്രി സാധ്യമല്ല, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ അതുപോലെ പ്രയാസമാണ് എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവ് നിങ്ങളോട് ആ ദൂത് പറയാം. ദൈവത്തിന് അവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്യാനുണ്ട്. ദൈവത്തിന് ചില ക്രമീകരണങ്ങളുണ്ട്. പിന്നത്തേതിലാണ് അവളെ ഇറക്കി വിടുന്നത്. ഇറക്കി വിടുമ്പോൾ സംഭവിച്ചത്, പയ്യനെ ഒരു കുറുങ്കാട്ടിലിട്ട് വെള്ളമില്ല, എല്ലാം തീർന്നു, ഭക്ഷണം തീർന്നു, മുന്നോട്ട് ഓടിപ്പോയിട്ട് അവൾ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി എന്നൊക്കെ പറയുന്നത് എല്ലാം അവസാനിച്ചു എന്ന ഒരു ധാരണയിലാണ്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട, ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന. ദൈവോട് അവളോട് പറഞ്ഞത്, കുട്ടിയെ താങ്ങി എഴുന്നേൽപ്പിച്ചോളൂ. അവൾ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോഴാണ് നീരുറവ കണ്ടു. അടുത്ത വാക്കുകൾ നിങ്ങൾ വളരെ വായിക്കേണ്ടതുണ്ട്. അവൻ ആ മരുഭൂമിയിൽ പാർത്തു, അവന് പുത്രന്മാരും പുത്രിമാരും ഒക്കെ. ഇതൊക്കെ പറയുമ്പം ഒരു തലമുറ മാത്രമല്ല, അടുത്ത തലമുറയിലേക്കൊക്കെ പോകത്തക്ക നിലയിൽ ദൈവം വിശാലതകൾ ശൂന്യതയെന്ന് തുറക്കുക. എന്താ കാരണമെന്ന് അറിയാമോ? അവൻ ആരും ഇല്ലാത്തവനൊന്നും അല്ല കേട്ടോ. അവന്റെ അപ്പന് കൂടാരത്തിലുണ്ട്, പോറ്റമ്മ കൂടാരത്തിലുണ്ട്, അനുജൻ കൂടാരത്തിലുണ്ട്, അമ്മ കൂടാരത്തിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് പറയുന്ന വാക്ക് അവൻ ഇനിയും ജീവിക്കത്തില്ലെന്ന്, അവൻ മുന്നോട്ട് പോകത്തില്ലെന്നല്ലേ. അമ്മ തന്നെ പറയുന്നത് ഇനിയും അവന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നല്ലേ. പക്ഷേ വാഗ്ദത്ത ഉദരത്തിൽ വെച്ച് ഉണ്ട് എന്ന ഒറ്റ കാരണം ആ മരുഭൂമിക്കകത്ത് ഒരു അതിജീവനം സാധ്യമാണ് എന്ന് പുസ്തകം നമ്മളോട് പറയുക. ഈ രാത്രിയിലും ഈ ദൂതാണ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടേണ്ടത്. എല്ലാം ഒരുപോലെ പ്രതികൂലമാണെങ്കിലും വാഗ്ദത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അതിജീവനം സാധ്യമാണ്. മുൻപോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. സാഹചര്യത്തിന്റെ എല്ലാ മേഖലകൾക്കും ഒരു ആത്യന്തികമായ ലക്ഷ്യം ജീവിതത്തിന്റെ തുറകളിൽ തുറക്കപ്പെടുന്നതിന്റെ കാര്യമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിശ്വാസത്തിന്റെ മറ്റൊരു കാര്യമാണ് പ്രതീക്ഷ എന്ന് പറയുന്നതല്ല, ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറയുന്നത് ഒരു മഴയ്ക്കായിട്ട് യാക്കോബ് അതിനെ വിശദീകരിക്കുന്ന ഒരു പ്രധാന ഭാഗം, കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ പേരാണ് ദീർഘക്ഷമ എന്ന്. മഴ എന്ന് പറയുന്നത് എപ്പോ വേണേലും പെയ്യാം, ഏത് സാഹചര്യത്തിലും പെയ്യാം. പക്ഷെ അതിനു വേണ്ടി ഒരാൾ എടുക്കുന്ന ഒരു ക്ഷമയുണ്ടല്ലോ,
നിശ്ചയമായും മഴ പെയ്യുമെന്ന് ഉറപ്പിന്റെ മേലാണ് ആ ക്ഷമയുണ്ടാകുന്നത്. അല്ലാതെ എപ്പോഴെങ്കിലും പെയ്യുമോ, എന്തെങ്കിലും പെയ്യുമോ എന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. മഴ ഉണ്ടാവും, മഴ നിശ്ചയമായിട്ട് നടക്കും. എത്ര ഉണങ്ങിപ്പോയ വിത്തിന്റെ മുകളിലും മഴവെള്ളം വീഴുമ്പം വിത്ത് പൊട്ടും, അതിനൊരു കിളിർപ്പുണ്ടാകും. ആ കൃഷിക്കാരന്റെ മനസ്സാണ് ദീർഘക്ഷമയ്ക്കുണ്ടാകേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മളോട് ദൈവാലോചനകള് പറയുന്ന ആളുകളുണ്ട്, നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഒന്നും അതിനകത്തൊരു സാധ്യതയില്ല എന്ന് പറയരുത്, ഇത് നടക്കത്തില്ലെന്ന് പറയരുത്. ഇത് നടക്കും, പക്ഷെ സമയം കൃത്യമല്ല. എപ്പോ വേണേലും നടക്കാം. പക്ഷെ ഒരു കാര്യം സംഭവമാണ്, നടക്കും. ആ നടക്കുമെന്നുള്ളതിനകത്ത് നമ്മൾ അർപ്പിക്കുന്ന ക്ഷമയാണ് ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തുറക്കാൻ പര്യാപ്തമായത്. പലപ്പോഴും നമ്മളിൽ ആ പിശാച് നമ്മൾ പറയുന്ന റോങ് ചിന്തകളെന്ന് വെച്ചാൽ മതി. പിശാച് എന്ന് പറയുന്ന ഒന്നും ഒരു നല്ല പദമല്ലല്ലോ, അതുകൊണ്ട് അതൊരു നല്ല പദമായിട്ട് കൂട്ടണ്ട, ഒരു നെഗറ്റീവായിട്ട് കൂട്ടിയാൽ. ഇപ്പോ നമുക്ക് പലപ്പോഴും നിരാശയിടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ദീർഘക്ഷമ നമ്മിൽ നഷ്ടമാകുകയാണ്. നമുക്കെല്ലാം ധൃതിയാണ്, നമുക്കൊരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് കാര്യങ്ങളെല്ലാം നടക്കണം. ആ സമയത്തിനകത്ത് നടക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയാ, ഓ ഇനിയിപ്പം നടന്നിട്ടൊക്കെ എന്നാ ചെയ്യാൻ, അങ്ങനെ ഒരു ചോദ്യമാണ്. ഇപ്പൊ നമുക്കൊരു സമയമുണ്ട്, ആ സമയത്താണ് എല്ലാം നടക്കേണ്ടത്. പക്ഷേ ഇതിനേക്കാൾ ഒരു സമയം നിശ്ചയിക്കപ്പെട്ട ഒരാളുണ്ട്, അത് ദൈവമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് അത് നടക്കുമെന്ന് വിശ്വസിക്കുകയും അതിനായിട്ട് ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ദീർഘക്ഷമ. ആ ദീർഘക്ഷമ ജീവിതത്തിന് ഉത്സാഹം ഉണ്ടാക്കുക എന്നതാണ്. അതാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്. അവർ ദീർഘക്ഷമയാ, നിങ്ങൾ അവസാനത്തോളം ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെയാ പൗലോസ് തുടങ്ങുന്നത്, അവസാനത്തോളം ഉത്സാഹം കാണിക്കണം. അവർ വിശ്വാസത്താലും ദീർഘക്ഷമയാലും തങ്ങളുടെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചതിന് നമ്മൾ അനുകാരികളായി തീരണമെന്ന് പറയുന്നു. അപ്പൊ അവരെങ്ങനെ അതിന് പ്രാപിച്ചതിന് അനുകാരികളായത്? അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ അത് ഉറപ്പായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരു ഉറപ്പെന്താണ്? നിങ്ങൾ മാറരുത്, ദൈവം മാറത്തില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം മാറത്തില്ല, പക്ഷെ നമ്മൾ മാറരുത്. അത് സാധ്യമാകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഇടയ്ക്കൊക്കെ അതിനാമേൻ പറയണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ആ വാക്യമുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവനിൽ ഊവെന്നത്രേ എന്ന് പറഞ്ഞാൽ നടക്കും, അത് സാധ്യമാണ്. അതുകൊണ്ട് ഞങ്ങളാൽ അവന് മഹത്വം വരുവാൻ ആമേൻ എന്നും തന്നെ. ഇപ്പം ദൈവം പറഞ്ഞതിനെ, ദൈവം സംസാരിച്ചതിനെ, ദൈവമാണ് ഇത് സംസാരിച്ചെന്ന് ഉറപ്പുള്ളതിന് നമ്മൾ ആമേൻ പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുന്നത്. അസാധ്യതകൾ 100 കണ്ടെന്ന് വരാം. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക്, എന്റെയൊക്കെ അനുഭവത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയാൻ ഒത്തിരി സാധ്യത. എനിക്ക് മക്കളില്ലായിരുന്നു, 5 വർഷം കല്യാണം കഴിച്ച മക്കളില്ലായിരുന്നു. ഞാന് സൗദി അറേബ്യ ജോലി ചെയ്യുമായിരുന്നു. ആ ജോലിയൊക്കെ പിന്നെ വിടേണ്ടി വന്നു. കാരണം തലമുറയില്ല, ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒന്നില്ല. ഒരു ദിവസം 2-3 ദിവസം കഴിഞ്ഞു, പിന്നെ പറയുന്നവരുടെ ഒന്നും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് നടക്കുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്നു, ഞങ്ങൾ ജോലി വിട്ടു. ഇതുപോലെ സുവിശേഷ വേലയ്ക്കായിട്ട് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും നമ്മുടെ മുൻപിൽ ഇങ്ങനെ കൊട്ടി അടയപ്പെടുന്നു എന്നൊക്കെ പറയത്തില്ല, കൊട്ടി അടയപ്പെടുന്ന പോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞ് നമ്മെ ബലപ്പെടുത്താൻ വാസ്തവത്തിൽ ആരും ഉണ്ടായിരുന്നു. അവര് പറയുന്നതൊക്കെ ഇങ്ങനെയാണ്, ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കാം, അങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഈ നമ്മൾ വിചാരിക്കുന്ന ഈ ഭക്തരായിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് നമ്മൾ ഈ നിരാശയൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം അവര് പറയുന്നത് ഇതൊന്നും സാധ്യമുള്ള കാര്യമല്ലെന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒത്തിരി വിശ്വസ്തനാണ്. എനിക്കിന്ന് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ ഈ 10-26 വർഷത്തെ
ഈ വിശ്വാസ ജീവിതവും ശുശ്രൂഷ ജീവിതത്തിലും എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മാറാതിരുന്നാൽ മതി, ദൈവം മാറുന്നില്ല. ഒന്നുകൂടി ഞാൻ ആ വാക്ക് ഓർപ്പിക്കുന്നു, നമ്മൾ മാറാതിരുന്നാൽ മതി, ദൈവം മാറുന്നില്ല. തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അതാണ് ഉറപ്പായ അനുഭവം എന്നാ പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുന്നതിന്റെ പേരാണ് വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഈ വേദോസം മുഴുവൻ ഇനി നിങ്ങൾ പരിശോധിക്കുമ്പോഴെല്ലാം എന്താണ് ഒരുവനിലുണ്ടാകുന്ന പ്രത്യാശയുടെ ആഴം, എന്താണ് ഒരുവൻ നടക്കപ്പെടുന്ന ആത്മീയ ജീവിതം, ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം ഉണ്ടോ? ഉടയ്ക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഈ പ്രവചന ദൂത് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞേക്കുന്ന, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാ. ആ വാഗ്ദത്തം ഒരുവന് നിവർത്തിക്കുന്നു എന്ന് പത്രോസ് പറയുമ്പോ പൗലോസ് കുറച്ചുകൂടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 2-ാം സങ്കീർത്തനത്തിലാണ് അത് പറയുന്നത്. ഇന്ന കാര്യത്തിലാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന വിഷയമാണ്. അത് എഴുതിയ ആള് ദാവീദ് ആ ഒരു ദ്രവത്വം കണ്ടിട്ടുണ്ട്, ആ ദാവീദ് പോയിട്ടുണ്ട്. പക്ഷെ ആ ദാവീദ് പറഞ്ഞ ദ്രവത്വം കാണാതെ പോകുന്ന മനുഷ്യൻ അത് യേശുവാണെന്ന് പറയാനുള്ള കാരണം ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പറയാം, വാഗ്ദത്തമുള്ളവനെ ഉടയ്ക്കാൻ ഉലകത്തിന് സാധ്യമല്ല. ഞാന് രണ്ടാമത്തെ കാര്യം, യേശു എന്താണ് ഉയർത്തെഴുന്നേറ്റത് എന്ന വാക്യമാണ് രണ്ടാമത്തെ കാര്യം. അതിന്റെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യേശു ക്രിസ്തു എന്തുകൊണ്ട് ഉയർത്തെഴുന്നു? ഒന്ന് വാഗ്ദത്തമാണ്. രണ്ടാമത്തെ വാക്യം ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയിൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, പ്രാർത്ഥന മരണത്തിന്റെ കെട്ടുകളെ അഴിക്കും. ഞാൻ വാക്ക് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടതാണ്. ധാരാളം തെളിവുകൾ തിരുവചനത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സിസ്റ്റം അവിടെ വായിക്കുന്നുണ്ട്. ഉറച്ച നിലവിളി, കണ്ണുനീര്, അപേക്ഷ, അഭയാചന, ഭയഭക്തി, ഇങ്ങനെ പ്രാർത്ഥനയ്ക്കകത്തു വരേണ്ടതായ ഒരു സിസ്റ്റം നമ്മുടെ പ്രാർത്ഥനകളിൽ ഫോളോ ചെയ്യേണ്ട, നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വീകരിക്കേണ്ട മറുപടി ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ഈ 5-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു നല്ല നിലവിളി ഉണ്ടാകണം, കണ്ണുനീരുണ്ടാകണം, അപേക്ഷയും അഭയാചനയും ഉണ്ടാകണം. അപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു കീ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ദൈവരാജ്യത്തിന്റെ കീ ആയിട്ട് അത് ഉപയോഗിക്കുന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു കീ ഉണ്ട്. അത് ലൂക്കോസ് വിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയുടെ 3 പദങ്ങൾ. ലൂക്കോസ് വിശേഷം 11-ാം അധ്യായത്തിന്റെ യേശു പറഞ്ഞ ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപമകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് 3 ഉപമകളാണ് തിരുവചനത്തിൽ യേശു ഓർപ്പിക്കുന്നത്. അത് 2 എണ്ണം ഇതിനകത്ത് ഈ 11-ാം അധ്യായത്തിൽ തന്നെ. മൂന്നാമത്തേത് 18-ാം അധ്യായത്തിലാണ് ഒരു വിധവ പ്രാർത്ഥിക്കാനായിട്ട് പോയ കാര്യം പറയുന്നു. ഇതിനകത്ത് 11-ാം അധ്യായത്തില് വായിക്കുന്നുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യം, യാചിപ്പീൻ. ലൂക്കോസ് സുവിശേഷം 11, 9-ാമത്തെ വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥനയുടെ
പ്രധാനപ്പെട്ട 3 കീ ആണ്. അത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ അങ്ങ് പറയാണ്: യാചിക്കാതെ കിട്ടത്തില്ല, അന്വേഷിക്കാതെ കണ്ടെത്താനും പറ്റത്തില്ല, മുട്ടാതെ തുറക്കത്തുമില്ല. അപ്പം ചില പറയുന്നത് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങള് ഈ നേരത്തെ ഹൈറേഞ്ചിലായിരുന്നു. ഹൈറേഞ്ചിൽ ഞങ്ങളുടെ ശുശ്രൂഷയിലായിരുന്നു. ഹൈറേഞ്ചിലെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത്, നമ്മൾ എന്ത് പറഞ്ഞാലും അവസാനം അവർ പറയുന്ന ഒരു പദമുണ്ട്: വാസു പറഞ്ഞൊക്കെ കറക്റ്റ് കാര്യമാണ്, അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പശുവിന് തീറ്റി കൊടുത്താലേ പാല് കിട്ടത്തുള്ളൂ. ഞങ്ങൾ പറമ്പിൽ പണിതാൽ മാത്രമേ അതിന് ഫലം കിട്ടത്തുള്ളൂ. ജാതിക്ക് വളമിട്ടാലേ ജാതിക്കുരു കിട്ടത്തുള്ളൂ. ഏലത്തിന് പണിതാലേ ഏലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലെ? ഇപ്പൊ എല്ലാ മനുഷ്യരുടെ ഉള്ള ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ സമയമില്ലാത്തവർക്കും ചുമ്മാ സമയം കളയാനുള്ളവർക്കും ഒക്കെ ഉള്ളൊരു മാർഗമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്നൊരു കാര്യമാണ്. അത് സത്യമാണ് ഒരു കാര്യത്തിൽ. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിൽ, നമ്മളെപ്പോലെ കാശുള്ളവരും നമ്മളെപ്പോലെ പ്രയോജനമുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർക്കൊരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ പരിചയമില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം മേഖല ഉടഞ്ഞ മനുഷ്യരുണ്ട്. സിദ്ധാർത്ഥ എന്ന് പറയുന്ന കോഫി ഡേയുടെ ഉടമസ്ഥൻ, ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പിത്തോട്ടമുള്ള മനുഷ്യൻ, തനിക്ക് വിറ്റുവരവ് തന്നെ മില്യനാണ്. അതുപോലെ ശാഖകളുള്ള പണക്കാരനായ മനുഷ്യൻ, ഭാര്യയ്ക്കും പണമുണ്ട്, തനിക്കും പണമുണ്ട്, ഇഷ്ടംപോലെ സാധ്യതകളുള്ള ഒരു മനുഷ്യനാണ് സിദ്ധാർത്ഥ. എന്താ ഉണ്ടായേ? അദ്ദേഹം തന്റെ യാത്രയിൽ ഡ്രൈവറെ ഇക്കരെ നേത്രാവതി നദിയുടെ ഇങ്ങേക്കരയിൽ നിർത്തിയിട്ട് താൻ പാലത്തിലൂടെ നടന്നു പോയിട്ട് പാലത്തേന്ന് ചാടി ആത്മഹത്യ ചെയ്യുവാൻ. 2 നാൾ കഴിഞ്ഞിട്ട് മീൻപിടുത്തക്കാർ വലയുന്ന ആ മനുഷ്യന്റെ ബോഡി കിട്ടും. എന്താ താൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്ട്രെസ് കൂടിയതാണ്. തനിക്ക് ചിന്തകൾ കൂടി, ഭാരം കൂടി, വേദന കൂടി. താൻ എഴുതിയിരുന്നത്, എൻ്റെ വിഷമങ്ങളെ പങ്കുവെക്കാൻ എനിക്ക് ഒരാളില്ലാതെ പോയി, എന്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ എനിക്ക് ഒരിടമില്ലാതെ പോയി, എന്നെ മനസ്സിലാക്കാൻ ഒരാളില്ലാതെ പോയി. അതാണ് ആ മനുഷ്യൻ ആത്മഹത്യ. അത് പൈസ കുറവായിട്ടോ ജീവിതത്തിന്റെ സാധ്യത കുറവായിട്ടോ അല്ല. നമ്മുടെ ജീവിതത്തിന് ഷെയർ ചെയ്യപ്പെടാവുന്ന, എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, എനിക്കൊരാളുണ്ട് എന്ന ബോധം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമല്ലാതെ മറ്റൊന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എല്ലാ കാര്യവും ഭാര്യയോട് പറയാനോ, ഭാര്യ എല്ലാ കാര്യവും ഭർത്താവിനോട് പറയാനോ കഴിയുകയും. എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയല്ല. എല്ലാം ഒന്നും തുറന്നു പറയാനാവില്ല. ചിലർ പറഞ്ഞ എല്ലാം എനിക്ക് തുറക്കാവുന്ന, അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ഒരു സേഫ്റ്റി ഇടമുണ്ട്, ഒരു അറയുണ്ട്. എല്ലാം ഓപ്പൺ ആകാൻ പറ്റാത്ത ചിന്താമേഖലകളുണ്ട്, എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷെ അത് തീർച്ചയായും തുറക്കാൻ പറ്റുന്ന, കർത്താവ് അനുവദിക്കുന്ന ഒരു അപ്പനോട് പറയുന്ന പോലെ പറയാം. കുറച്ചുകൂടെ ആയപ്പോ ആ 11-ാം അധ്യായം പറയുന്നത്, സ്നേഹിതനോട് ഇടപെടുന്നത് പോലെ നിങ്ങൾക്ക് ഇടപെടാം. അപ്പൊ അത്ര ഭംഗിയാണ് പ്രാർത്ഥനയ്ക്കുള്ളത്, അത്ര ഭംഗിയാണ്. അത് അനുഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ്. യേശുവിനെ കുറിച്ച് വായിക്കുന്നത്, കർത്താവിന്റെ പ്രാർത്ഥനാ അനുഭവങ്ങളൊക്കെ 5 ഇടങ്ങളാണ് യേശു പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. അതിലൊന്ന് മരുഭൂമിയാണ്. നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി എന്നാണ് മർക്കോസ് 1:35 ഓർപ്പിക്കുന്നത്. അവൻ നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്ന, അവൻ മരുഭൂമിയിൽ വേറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ മരുഭൂമി, നിർജ്ജന സ്ഥലം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഇടമാണ്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പരിശീലിക്കുന്ന ഇടങ്ങൾ. ഏറ്റവും കൂടുതൽ എവിടാന്ന് ചോദിച്ചാല് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. എല്ലാരും കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പമാണ്, കാരണം അതിന് കേൾക്കാൻ ആളുണ്ടല്ലോ, 1-2 പേരൊക്കെ കേൾക്കാനുണ്ട്, അതൊരു സന്തോഷം. പക്ഷെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക കേൾക്കാൻ ആളില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. രണ്ടാമത്തേത്, ഇതിന് ഒരു ഉറപ്പില്ലല്ലോ, മറുപടിയൊക്കെ വരുമെന്ന് ഒരു ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിൽ തന്നെ കുറെ കഴിയുമ്പോൾ അങ്ങ് മടുപ്പാകും. ഇതിനി കേൾക്കാനൊന്നും ആളുമില്ല, പിന്നെ ഇത്രയെല്ലാം ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളില്ല, എല്ലാം ദൈവം അറിയുന്നല്ലോ എന്നൊക്കെ ഉള്ള ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറയുന്നത് എല്ലാം ദൈവം എല്ലാം അറിയുന്നുണ്ട്. പണ്ട് ആളുകൾ പറയത്തില്ലേ, മാത്തനിത മലക്കുന്നു,
എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ കേൾക്കാൻ വഴിയില്ല. നിങ്ങളൊക്കെ പുതിയ മനുഷ്യരാണല്ലോ, നിങ്ങൾ അങ്ങനെ കേൾക്കാൻ വഴിയില്ല. അപ്പൊ എല്ലാം കർത്താവ് എല്ലാം ദൈവത്തിന് അറിയാലോ. ഞാനിത് മലക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാം ദൈവത്തിന് അറിയാം. അതിനൊന്നും ദൈവം അങ്ങനെ കണ്ണുപൊട്ടനോ ചെവി കേൾക്കാത്ത ആളൊന്നും അല്ല. എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷെ ഞാൻ ദൈവത്തിനോട് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ മാറ്റം. എനിക്കൊരാളോട് പറയാനാവുന്നതാണ് എനിക്കൊരു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് അറിയും. ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കിയാല് അവരൊക്കെ രാജാക്കന്മാരതിനകത്തുണ്ടേ. ജീവിതത്തിൽ നിരാശയുടെ അടിത്തട്ടിപ്പോയ മനുഷ്യരുണ്ട്. യോന എന്നൊക്കെ പറയുന്നത്, യോനയുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകളാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചെന്ന് യോനയുടെ പുസ്തകത്തിൽ എഴുതിയേക്കുമ്പം ഇനി അപ്പുറം ഉണ്ടാകുമെന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ അവിടെയും പ്രാർത്ഥിക്കാനാവും, അതുപോലെ ഷെയർ ചെയ്യാനാവും എന്ന് വായിക്കുന്നു. ഇതൊക്കെ അസാധാരണ തലങ്ങളാണെന്നറിയാം. ഇപ്പം സങ്കീർത്തനക്കാരിലൊക്കെ വായിക്കുന്നുണ്ട് പ്രാർത്ഥന കേൾക്കുന്നുള്ളവേ. ഇതൊക്കെ ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് കേവലം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സ്രോതസ് മാത്രമല്ല, പകരം ദൈവത്തിന് സന്തോഷത്തോടെ സ്നേഹിതനാകാനുള്ള ഒരു മനസ്സുണ്ട്, കൂടെ നടക്കാൻ ഒരു മനസ്സുണ്ട്, കേൾക്കാൻ ഒരു മനസ്സുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിൽ നിങ്ങൾക്ക് വെളിപ്പെടുന്നില്ല. എമ്മൗസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാരോടൊപ്പം അവൻ കൂടെ നടന്നെന്നല്ല വായിക്കുന്നത്. അതിനർത്ഥം സ്നേഹിതനാകാൻ ഇന്നും കൊതിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം, വേദപുസ്തകം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന മുഴുവൻ നമ്മോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ ഏതെനിൽ അവൻ കൂടെ നടന്നു എന്നല്ല വായിക്കുന്നത്. അവൻ നടക്കുന്ന ഒച്ച അവര് കേട്ടു എന്ന. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ദൈവത്തിന് താല്പര്യമുണ്ട്, ദൈവത്തിന് കൂടെ നടക്കാൻ ആഗ്രഹമുണ്ട്, നമ്മെ കേൾക്കാൻ താല്പര്യമുണ്ട്. ആ സ്നേഹമഞ്ഞിൽ അവന്റെ കൈക്ക് പിടിച്ച് അവനോടൊപ്പം നടക്കാനാവുന്നതിന്റെ പേരും കൂടാണ് ആത്മീയത. ആ നടത്തത്തിലാണ് ചിലതൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്, ആ നടത്തത്തിലാണ് സംസാരിക്കുന്നത്, ആ നടത്തത്തിനകത്താണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു ബന്ധത്തിന്റെ ആഴം നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ തുറക്കണം. ആവശ്യങ്ങൾക്ക് മാത്രം ചെന്ന് തുറക്കുന്ന ഒരിടമായിട്ട് മാത്രം കരുതണ്ട. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തീരെ ഒത്തിരി പ്രാർത്ഥനകളൊന്നുമില്ല, കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ വലിയ പ്രാർത്ഥനകളൊന്നും. ഇപ്പൊ ഏശാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിൽ. ഏശാവ് തന്നെ കൊല്ലാനായിട്ട് 400 ആൾക്കാരുമായിട്ട് വരുമ്പോൾ അവിടെ വായിക്കുന്ന അവൻ ഭയപ്പെട്ടു പോയി, അവൻ ഭ്രമിച്ചു പോയി. അന്ന് രാത്രി എല്ലാവരെയും അക്കരെ കടത്തി, അതിനു മുമ്പിൽ ആദ്യം സമ്മാനം വെച്ചു, പിന്നെ ഭാര്യയെ നിർത്തി, കുഞ്ഞുങ്ങളെ നിർത്തി, അവർക്കിടയിട്ടു, പിന്നെയും സമ്മാനം നിർത്തി. ഒരു കൂട്ടത്തിനകത്ത് വന്നാൽ മറ്റേ കൂട്ടം രക്ഷപ്പെടണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വലിയ പ്ലാനൊക്കെ ചെയ്ത് ഇക്കരെ യാബോക്കിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവിടെ ഒരു ദൂതനുമായിട്ട് മല്ലു പിടിച്ചെന്ന് വായിക്കുന്നു. അവസാനം എന്താ സംഭവിച്ചേ? അവന്റെ പേര് ചോദിക്കുന്നുണ്ട് ദൂതൻ. അവൻ യാക്കോബ് എന്ന് പറയും. ഇനി നിന്റെ പേര് അങ്ങനെയല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. രാവിലെ ഇവിടെ വായിക്കുന്ന അങ്ങനെയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് നേരം പുലർന്നു, സൂര്യൻ പ്രകാശിക്കപ്പെടാൻ തുടങ്ങി. ആ മനുഷ്യൻ യാക്കോബിൻ യാബോക്ക് കടത്തീരം വിടുമ്പോൾ അവന് നടക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ ഓടാനാവുന്നില്ല. അവന്റെ കാല് ഉളുക്കിപ്പോയി, അവന്റെ തൊടയിലെ തടം തൊട്ടിട്ടാണ് ദൈവം പോയത്. അതിന്റെ വാക്കിങ്ങനെ ഉള്ളൂ. നേരെ നടന്ന പുള്ളിയായിരുന്നു, നന്നായിട്ട് നടന്ന ഒരാളായിരുന്നു. പക്ഷെ ഒറ്റ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആളുകൾക്ക് ഇപ്പൊ ശരിക്കും നടക്കാൻ മേലാതായി. ഇങ്ങനെയാണോ പ്രാർത്ഥന? അതാണ് ശരിക്കും പ്രാർത്ഥന. കാരണം എല്ലാവരും ഓടി രക്ഷപ്പെട്ടാലും അവൻ ഓടി രക്ഷപ്പെടുത്തും. അതാണ് ശരിക്കും പ്രാർത്ഥനയെ സംഭവിക്കുന്നത്. നമ്മുടെ പ്ലാൻ എല്ലാം പൊട്ടിപ്പോകും. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പദ്ധതിയൊക്കെ ഇട്ടായിരിക്കാം പ്രാർത്ഥിക്കാൻ കയറുന്നത്. പക്ഷെ നന്നായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉള്ള പ്ലാനും പൊട്ടി നമ്മൾ നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനർത്ഥം ഇനി നീ അല്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, നിന്റെ കാലുകളോ നിന്റെ കഴിവോ അല്ല, ഞാനാണ് നിന്നെ സഹായിക്കുന്ന ബോധ. ആ അധ്യായങ്ങൾ തുടങ്ങുമ്പം വളരെ ഭംഗിയുള്ളൊരു വാക്കുണ്ട്. ആ ഒരു സൈന്യത്തെ അവൻ കണ്ടു. കുറെ ആളുകൾ അവനെ എതിർപ്പെട്ടു. ആ എതിർപ്പെട്ട ആളുകളെ കുറിച്ച് യാക്കോബ് പറയുന്നത് അവർ ദൈവത്തിന്റെ സേനയാണ്. ആ സ്ഥലത്തിന് അവൻ മഹനീയം എന്ന് പേരിട്ടു. ഒന്നുമില്ല, ഇങ്ങനെ ദൂതന്മാർ അവൻ എതിർപ്പെട്ടു. അവൻ ആ ദൈവത്തിന്റെ ദൂതന്മാരാന്ന് പറഞ്ഞു. ആ ദൂതന്മാരെ കണ്ടു. ആ ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ട സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. പിന്നെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. ഇപ്പൊ ഈ
ഇവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് ദൂതൻ പോരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് കഴിഞ്ഞൊന്നും അല്ല വെളിപ്പെടും. ഇതൊക്കെ നേരത്തെ ഒക്കെ ദൈവം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന് അറിയണം നിന്റെ ഹൃദയം എന്താണ്, താല്പര്യം എന്താണ്, ആഗ്രഹം എന്താണ്. ഇതൊക്കെ പറയാനുള്ള ഇടം കൂടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി ഞാന് വലിയ പ്രാർത്ഥനക്കാർ മുതൽ ചെറിയ പ്രാർത്ഥനക്കാർ വരെ. ശലോമോനൊക്കെ അസാധാരണ പ്രാർത്ഥനക്കാരൻ. ശലോമോൻ ഏറ്റവും കൂടുതൽ ദീർഘമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം എന്നൊക്കെ പറയുന്നത് ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് ഇറങ്ങിയിട്ട് ആളുകൾക്ക് നിൽക്കാനായില്ല, പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റാതെ പോയി എന്ന വായിക്കും. അത്ര അതിശക്തന്മാരായ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ ഏലിയാവിന്റെ ഒക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ വളരെ സിമ്പിളായ പ്രാർത്ഥനയാണ്. നീന്റെ ഇഷ്ടപ്രകാരമായി ഇതൊക്കെ ചെയ്യുന്ന നീ ജനം അറിയട്ടെ, അത്രേ ഉള്ളൂ. ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അടുത്ത വാക്കിങ്ങനെയാണ്, യഹോവയുടെ തീ ആ വച്ചിരുന്ന യാഗപീഠം മാത്രമല്ല, അതിന്റെ കുഴിച്ചിരുന്ന തോട്ടിലെ വെള്ളവും യാഗപീഠവും ഒക്കെ വെന്തുപോയെന്ന് വായിക്കും. അത്ര അതിശക്തമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്ന പ്രാർത്ഥനാ ജീവിതമുണ്ട്. എന്നാൽ ഒന്നും സംഭവിക്കാത്ത ഇടങ്ങളുമുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായി വെളിപ്പെടുന്ന ദാനിയേലിലാണ്. ഒന്നും സംഭവിച്ചില്ല തന്റെ പ്രാർത്ഥനയിൽ. എന്താ പ്രാർത്ഥനയിൽ സംഭവിക്കണ്ടേ? സിംഹം ചത്തുപോണ്ടേ? നിയമം മാറണ്ടേ? ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെയുണ്ട്. അവന് ആ സിംഹക്കുഴിയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അപ്പൊ എല്ലാം പതിവ് പോലെ ചെയ്തിരുന്ന തന്റെ പ്രാർത്ഥനയ്ക്ക് ശരിക്കും ഒരു മറുപടിയും വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാവിലെ ആ രാജാവ് അവനെ വിളിക്കുന്നുണ്ട്. സിംഹത്തിന്റെ കുഴിയിലിട്ട ഒരാളെ അന്വേഷിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താണെന്നറിയാം? അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവന്റെ ദൈവത്തിന് അവനെ വിടുവിപ്പാൻ കഴിയും എന്ന് പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന രാജാവിന് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിക്കുന്ന മനുഷ്യർക്ക് വരെ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളിൽ. നമ്മളെ മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലൊരു ഒരു സാധ്യത, നിങ്ങളുടെ ഭാരം മാറാൻ വേണ്ടി ചിലരങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വിശ്വസിക്കുന്നില്ലെന്ന്. ഈയിടെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് എന്നെ അങ്ങ് അത്ഭുതപ്പെടുത്തി. സത്യത്തിൽ ഞാൻ ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്താം. ഇങ്ങനൊരു പുസ്തകമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഈ പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇതുണ്ടത്, പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക. നമ്മുടെ വേദോസത്തിന് വലിപ്പമുണ്ട് ഇത്. ഇപ്പൊ ഇത്രയും അപ്പൊ ഈ വേദോസത്തിൽ പറയാത്ത കാര്യങ്ങളല്ല വേദോസത്തിൽ പറഞ്ഞത്. വെസ്ലിയൽ ഡ്യുവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയേക്കുന്നു പ്രാർത്ഥന. ഇതുവരെ ഒരു 10 പുസ്തകം വേറെ വേറെ ഉണ്ട് എന്നെ ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച്. പുസ്തകം വായിക്കാൻ വേണ്ടി മേടിക്കുന്നത് മാത്രമല്ല, ഈ ഞാൻ കണ്ടെടുത്തോളം എല്ലാ ലൈബ്രറിക്കകത്തും എല്ലാ ഇടങ്ങളിലും ഈ പ്രാർത്ഥനയെ കുറിച്ച് ധാരാളം മനുഷ്യർ എഴുതുന്നുണ്ട്. അതിന് കാരണം ജീവിതത്തെ മുഴുവൻ ഭരിക്കപ്പെടുകയും മാറ്റാനും കഴിയുന്ന സാധ്യതകൾ അതിന്റെ പിന്നിലുണ്ടെന്നുള്ള. ദൈവത്തിന് കഴിയുന്ന എല്ലാ കാര്യവും പ്രാർത്ഥിക്കുന്നവന് കഴിയുമെന്നാണ് വേദോസ്തം പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് കാര്യവും, ദൈവത്തിന് എന്ത് കഴിയും അത് മുഴുവൻ പ്രാർത്ഥിക്കുന്നവന് കഴിയും. ആ ഒരു തലമാണ് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, എപ്പോഴും പ്രാർത്ഥനയ്ക്ക് കൊണ്ട് തടസ്സം. ഇന്ന് നമുക്ക് പ്രാർത്ഥനയാന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ കുറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാധ്യത. പ്രാർത്ഥനയാണ് ലൈഫിനെ മാറ്റുന്നത്. ചില ഓൾനൈറ്റുകളൊക്കെ ഉണ്ടാകണം. ഓൾനൈറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. ഈ ഞങ്ങള് ഇപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നാട്ടിലൊക്കെ കുറഞ്ഞു തുടങ്ങുക. ഈ മുഴുരാത്രി പ്രാർത്ഥന. ഇപ്പൊ മുഴുരാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ചർച്ചിൽ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, ആ മുഴുരാത്രി പ്രാർത്ഥനയായിട്ട് ഇപ്പൊ എല്ലാവർക്കും കൂടി ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം പ്രഷറും ഷുഗറും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് അതെല്ലാം പകല് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഓൾനൈറ്റ് ഒക്കെ ഇപ്പൊ പകല് വെച്ചാലേ എല്ലാരും കാണത്തും. അങ്ങനെയുള്ള സംഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ പലതും വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഈ പള്ളിയുടെ അടുത്ത് ബാർ ഹോട്ടൽ വന്നു. അപ്പൊ ഇവർ ഈ ബാർ ഹോട്ടൽ മാറ്റാൻ വേണ്ടി പള്ളി ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ വന്നു. അപ്പൊ അതിന്റെ പണികളൊക്കെ നടക്കുകയായിരുന്നു. ഏതായാലും ബാർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ അത് തീ കൊണ്ട് വെന്തുപോയി. അപ്പൊ ബാർ ഹോട്ടലുകാരൻ കൊണ്ട് കേസ് കൊടുത്ത് എഴുതിയേക്കുന്നത് എങ്ങനെയാണ്, കോടതിയിൽ വിധി വന്നപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലുള്ളവർ പ്രാർത്ഥിക്കുന്ന കാരണത്താലാണ് ഇതുണ്ടായേക്കുന്നെന്ന്, ഇങ്ങനെ സംഭവിച്ചെന്ന് ബാർ ഉടമ കോടതിയിൽ പരാതി കൊടുത്തു. ഒന്ന് പള്ളിക്കാർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്.
മാറുടമയ്ക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കാരണം പോയതാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ പറയാം അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതാണ്. അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ട്. ഇപ്പൊ ചിലതൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാന്നേ, നിങ്ങൾക്ക് ചിലത് സംഭവിക്കുകയല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നവന് സിംഹക്കുഴി വെളിപ്പെടുത്തില്ലെന്നല്ല, പക്ഷെ അതിനകത്ത് ഇട്ട ആളിന് വരെ വിശ്വാസമുണ്ട് ഇവൻ അങ്ങനൊന്നും തകരുന്ന ആളല്ല, ഇവൻ അങ്ങനെ ഒടയുന്നതല്ല. അതുകൊണ്ട് വന്നിട്ട് വിളിക്കുന്നുണ്ട്, ദാനിയേലേ നിന്റെ ദൈവത്തിന്, എന്നെ ഒത്തിരി പ്രാവശ്യം എന്റെ കണ്ണു നിറയുന്ന ഒരു വേദഭാഗം, ദാനിയേലേ നിന്റെ ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ സാധ്യമായോ. ആ വാക്കൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം എന്റെ കണ്ണു നനച്ചിട്ടുണ്ട്. അതിനർത്ഥം മനുഷ്യർ പ്രതീക്ഷിക്കുന്നുണ്ട്, മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്, മനുഷ്യർ കേൾക്കാൻ കൊതിക്കുന്നുണ്ട്. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞ മറുപടി കേട്ടോ, നിന്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. അങ്ങനെ സ്വദൂതനെ അയച്ചെന്നുള്ള വാക്ക. അതിനർത്ഥം പ്രാർത്ഥിക്കുന്നതിന് മുൻപിൽ പ്രതീക്ഷകളുണ്ട്. എല്ലാം ഉടഞ്ഞാലും എല്ലാം തകർന്നാലും അവന് മുമ്പിൽ പിന്നെയും പ്രതീക്ഷിതയുടെ വാതായനങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും മാറിപ്പോകരുത്. ജീവിതത്തിൽ ഒരു മറുപടി കിട്ടുന്ന ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? മറുപടി വന്നില്ലെങ്കിലും ഒരു അത്ഭുതവും നടന്നില്ലെങ്കിലും എനിക്ക് നിന്നോട് ബന്ധമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഇടം കൂടാണ്. ഞാനും നീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, ചുമ്മാ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, വെറുതെ നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഇന്ന് ഒരു പണിയില്ല, ഇന്നെല്ലാം തുണി അലക്കിയേക്കാം, എല്ലാം തൂത്തുവാരാന്നൊക്കെ, അതൊക്കെ നല്ല കാര്യം, അതൊക്കെ ചെയ്യേണ്ട കാര്യം. പക്ഷെ എന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത ഉണ്ടാകും. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഇല്ല, അന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റിവെക്കാം, ഇന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം, രാവിലെ പോലെ അംഗീകരിക്കണം. ഒരു പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും വേണമെന്നില്ല. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് സുഖമായിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. കുറെ വിഷയങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കണം. ആദ്യമൊക്കെ ബോറായിട്ടൊക്കെ തോന്നും, പിന്നെ പെതിയെ ജീവിതത്തിൽ എന്തോ ഘനമായത് ഇങ്ങനെ പെയ്തിറങ്ങുന്നത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. പെതിയെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും നല്ല പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് രാത്രി 2 മണിക്കും 4 മണിക്കും ഇടയിലാണ്. ഒരാവർത്തിയെങ്കിലും നിങ്ങൾ ഉണരും. ആ ഉണരുന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തുറക്കും. ആ സമയത്താണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനോട് സംസാരിക്കണമെന്ന് പറയും, എന്നോട് ഇടപെടണമെന്ന് പറയും. ആ രാത്രികളിലൊക്കെ മനുഷ്യർ ദൈവശബ്ദം കേൾക്കുന്ന കാരണങ്ങളാണ് ഇന്നും പല മനുഷ്യർ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം, പല ജീവിതത്തെ മാറ്റുന്നതിന്റെ കാരണം. ദൈവത്തിന്റെ മനസ്സ് തുറക്കുന്ന ഇടങ്ങൾ അവിടെയാണ്. ഒരു അസാധാരണമായ ദൈവിക നിയോഗം വെളിപ്പെടുന്നതും പ്രാർത്ഥനയ്ക്കകത്താണ്. അതുകൊണ്ട് ഈ 3 കാര്യം പ്രധാനപ്പെട്ടതാണ്. 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം നിങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഇടപാട് സീക്ക്. എന്താണ് സീക്ക് എന്ന് പറയുന്ന പദം? ശരിക്കും ഹൃദയവുമായി ബന്ധപ്പെട്ട, ആത്മാവുമായി ബന്ധപ്പെട്ട സെർച്ചും റിസർച്ചും ഒക്കെ ഉള്ള പദങ്ങൾ അന്വേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ വേദപുസ്തകം എപ്പോഴും പ്രാർത്ഥനയുടെ പദം പറയുമ്പോഴെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ആത്മാവിന്റെ ദാഹമായിട്ടൊക്കെയാണ് സീക്ക് എന്ന പദം ഉപയോഗിക്കുക. അതിനർത്ഥം എനിക്കിത് പ്രാപിച്ചേ പറ്റൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്കിത് നടന്നേ പറ്റൂ എന്നുള്ള ഏറ്റവും കൂടുതലുള്ള ആവശ്യക്കാരനായി മാറുന്നതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന യേശു പറയുക. ആ മുട്ടിയിട്ട് ആ മനുഷ്യൻ തുറക്കുന്നില്ലല്ലോ, അകത്തുനിന്നല്ലേ പറയുന്നത് എനിക്ക് എഴുന്നേക്കാൻ നിവൃത്തിയില്ല എന്നും കുട്ടികൾ എന്നോടൊപ്പം കിടക്കുന്നുവെന്നും. എന്നിട്ട് എന്താണ് ആ മനുഷ്യൻ പോകാഞ്ഞ്? അവൻ സ്നേഹിതനാകൊണ്ട്. ആ സ്നേഹിതനാകൊണ്ട് എന്നൊരൊറ്റ വാക്ക് ആ മനുഷ്യനെ പ്രതിസന്ധികളിൽ നിന്ന് മാറിയിട്ട് നിങ്ങളോടൊപ്പം വരാൻ സാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഒരു തലമാണ് ഈ അന്വേഷണങ്ങൾക്കുണ്ടാകേണ്ടത്. പ്രാപിച്ചേ മാറും. മുട്ടുന്നതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടാനല്ല, വെറുതെ മുട്ടിട്ട് പോവല്ലോ, തുറക്കപ്പെടുമെന്നുള്ള ചിന്തകൾ തന്നെ. അപ്പൊ ഈ ഒരു ഘനമായ തലം നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തുറക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മരണത്തിന്റെ കെട്ടുകളെ അഴിക്കും. 100 തെളിവുകൾ എനിക്കുണ്ട്. ഡോക്ടർമാർ ഉപേക്ഷിച്ചത്, ജീവിതത്തിൽ അവര് തന്നെ മറന്നുപോയത്, ഇനി നടക്കത്തില്ലെന്നും ജീവിക്കത്തില്ലെന്നും പറഞ്ഞ 100 ഇടങ്ങളിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയാം, അവരിന്നും സജീവമാണ്. അതെല്ലാം പ്രാർത്ഥനകളിൽ സംഭവിച്ചതാണ്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതം. ഇതെങ്ങനെ നിങ്ങൾ വേറെ ആരെയാ കാണിച്ചെന്ന് ചോദിച്ച എത്രയോ ഇടങ്ങളുണ്ട്. നിങ്ങൾ വേറെ ആരെയാണ് കാണിച്ചത്? വേറെ ആരെയുമല്ല, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ
ഒരിക്കലും സാധ്യമല്ല എന്ന് 100 പേര് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നവന് സകലതും സാധ്യമാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളും മാറുന്നതാണ്. ഏതെല്ലാം മേഖലകളിൽ ഉണർവ് നടന്നിട്ടുണ്ട്, ആ ഉണർവിന്റെ എല്ലാം പുറകിൽ രാപ്പകൽ പ്രാർത്ഥിക്കുന്ന കാരണം. ഇതൊരു ദൂതാണ് സഭയോട് പറയുന്നത്. സഭ വർദ്ധിക്കുന്നത്, കുടുംബങ്ങൾ വളരുന്നത് ആളുകൾക്ക് അറിയേണ്ടത് ഒരു ഗാദറിംഗ് അല്ല. ആളുകൾക്ക് അറിയേണ്ടത് ആ കൂട്ടം പ്രാർത്ഥിക്കുന്നതാണോ? ഒരു വിഷയം പറഞ്ഞാൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യരാണ്. ഈ തലമുറയിൽ ആവശ്യം പ്രാർത്ഥനാ മനുഷ്യരെയാണ്. ആ ഒരു പ്രാർത്ഥനാ മനുഷ്യരാകാനുള്ള കൊതി ഉണ്ടാകണം. ആ കൊതിയാണ് മനുഷ്യർ കാണുന്നത്. കൂട്ടങ്ങളെ മനുഷ്യൻ എന്റർടൈൻമെന്റ് അല്ലല്ലോ ഇത്. നമ്മൾ ബാക്കി എല്ലാ ഇടങ്ങളിലും അതുണ്ടാവും. നിങ്ങളുടെ ആരാധനകൾ ഭയാനകമായ ഭീകരമായ അനുഭവങ്ങളല്ല, പകരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടങ്ങളാണ്. അവിടെ കണ്ണുനീരുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർമാർ മാത്രം കൂടുന്ന ഒരു യോഗത്തിൽ പോകാനും ഒരു പകൽ അവരോടൊപ്പം ആയിരിക്കാനും ഇടയായി. എല്ലാം ഡോക്ടർമാരാണ്, എല്ലാം സീനിയേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്, ജൂനിയർ ഡോക്ടർമാരുണ്ട്, എല്ലാം ഡോക്ടർമാരാണ്. 10-60 പേരുകൾ ഡോക്ടർമാരാണ്. പക്ഷെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരെയും എങ്ങനെ ആരാധിക്കുന്നു നോക്കുന്നില്ല. അവര് കരയുന്നു, അവര് ദൈവത്തോട് പ്രിയപ്പെടുന്നു, അവര് നമ്മൾ പറയുന്ന ആ ചെറിയ ചെറിയ ദൂതുകളാണ്, അത് കേൾക്കുന്നു, അതിനെ വിശ്വസിക്കുന്നു, അവരാഴമായിട്ട് അത് ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എത്ര ഭംഗിയായിട്ടാണ് സമയം പോയത്, എത്ര ഭംഗിയായിട്ടാണ് അവരോട് ദൈവവചനം പറയുമ്പോൾ പരിശുദ്ധാത്മ ഇടപെടുന്നത്. അതിനർത്ഥം അവരൊക്കെ പ്രാർത്ഥനാ മനുഷ്യരാണ്, സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ആഹ്വാനവും ഒരു വെല്ലുവിളി എന്ന നിലയിലും വാക്കിടുകയാണ്. യേശു പ്രാർത്ഥനയിൽ തനൈഹിക ജീവകാലത്ത് തന്നെ ഉത്തരം പ്രാപിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം ഇന്ന് രാത്രിയിൽ. അത് ഏറ്റവും പരമപ്രധാനമായ 3-ാമത്തെ കാര്യമാണ്. റോമലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. റോമർ 8:11 വാക്യം. ആ വാക്യം വളരെ ഭംഗിയായ പദമാണ് കേട്ടോ. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അവിടെ വാക്ക് നിങ്ങൾ കണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. അതിനർത്ഥം ക്രിസ്തു യേശുവിനെ ഉയർപ്പിച്ചതിന്റെ സാധ്യത കർത്താവിൽ വസിക്കുന്ന ആത്മമണ്ഡലമാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിലും ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് കാണിക്കാം. എഫേസ്യ ലേഖനത്തില് പൗലോസ് ആ വാക്യം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അത് ഉപയോഗിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, 1-ന്റെ-20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചെന്ന് മാത്രമല്ല, അവനെ, ഈ വാക്ക് നിങ്ങൾ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ഇപ്പോ എല്ലാ അധികാരങ്ങളും തനിക്ക് കൊടുത്തെന്നാ വായിക്കുന്നത്. ഇപ്പം സമയം കുറവായതുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ദൈവശക്തി തന്നെ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് തന്നെ ഉയർപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശക്തമായി ഒരു വലിയ ആഗ്രഹം പറയുന്നുണ്ട്. അങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് താൻ എന്താ ചെയ്തെന്നാ പറയുന്നത്? നിങ്ങൾ വായിക്കുന്ന അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ചവറെന്ന് എണ്ണും. ഇപ്പോ ഒരു വലിയ പ്രതീക്ഷ തന്റെ ഉള്ളിൽ സജീവമാകുക. ആ സജീവമാകുന്ന പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത് തനിക്ക് ഒരു വിടുതലുണ്ട്, തനിക്ക് വിരോധമായുള്ള എല്ലാ മേഖലകൾക്കും അപ്പുറമായി തന്നെ നിലനിർത്താൻ കഴിയുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട് എന്ന് പൗലോസ് പറയുക. നിങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം പരിശോധിച്ചാൽ തീവ്രമായ ആത്മശക്തി
തന്നിൽ പ്രാപിക്കുക മാത്രമല്ല അതിനകത്ത് സജീവമായിരുന്നു എന്ന് വായിക്കുന്നു. രണ്ട് മണ്ഡലങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നു. ആസിയിൽ തനിക്കുണ്ടായിരുന്ന കഷ്ടം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലാണ് വിവരിക്കുക. തനിക്ക് ജീവനെ പോലും നഷ്ടപ്പെടുമോ എന്ന് തോന്നുമാറ് താൻ അതുപോലെ പ്രാണഭയത്തിലായതാണ് ആസിയിലെ കഷ്ടങ്ങൾ. പക്ഷെ അവിടെ തന്നെ ആശ്വസിപ്പിച്ച ദൈവം സകല കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ മതിയാകുന്ന വാക്യം. ഈ 4-ാം അധ്യായത്തിൽ പൗലോസ് അതിന് ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് 7 മുതലുള്ള വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്താ കാരണം? ഞങ്ങളുടെ പേരൊരു ശക്തി ആവരിക്കുന്നുണ്ട്. അത് കഴിവിന് മീതെ, സാഹചര്യങ്ങൾക്ക് മീതെ, എല്ലാ പ്രതികൂലങ്ങൾക്കും മീതെ അകത്തുനിന്ന് ഒരു ശക്തി വ്യാപരിക്കുന്നു. അത് നിരാശകളെ ഉടയ്ക്കുന്ന, തളർച്ചകളെ മാറ്റുന്ന, ഉടഞ്ഞുപോയെന്ന് പറയുന്നതിനെ അവിടെ നിന്ന് ഉയർപ്പിക്കുന്ന കരുത്തുള്ളതാണ്. പൗലോസിനെ ലുസ്രയിൽ വെച്ച് അവിടെ വായിക്കുന്ന 14-ാം അധ്യായത്തില് ഒരു കല്ലെറിഞ്ഞു, മരിച്ചവനെ പോലെയായി. ആ മരിച്ചവനെ പോലെ ആയത് 2 കാലും കൈയും കൂടെ തൂക്കി പിടിച്ച് അവരെ എടുത്ത് ചപ്പുകൂനയിലേക്ക് വിട്ടിട്ട് പോയി. അല്പസമയം കഴിഞ്ഞ് അവൻ മരിച്ചു എന്ന് സഹോദരന്മാർക്ക് വിശ്വാസമായി. അവർ കൂടി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു എന്ന് വായിക്കുന്നു. മനുഷ്യനാണ് ഇവിടെ പറയുന്നത്. എല്ലാ വിധത്തിലും ഉടഞ്ഞാലും ഉടയപ്പെടാൻ കഴിയാത്ത, തകരാൻ കഴിയാത്ത, അസ്തമിക്കാത്ത ഒരു സാന്നിധ്യം എൻ്റെ അകത്തുണ്ട്. ഇതെന്നെ ഒരു ഫലപ്രാപ്തിയുള്ള ഒരു മേഖലയിലേക്ക് സജീവമാക്കും. ഈ ഒരു തിരിച്ചറിവാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തുറക്കും. ഞാനിപ്പോ എൻ്റെ വാക്കുകൾക്ക് ഇന്ന് രാത്രി ഞാൻ വിരാമം ഇടുകയാണ്. തന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കുറച്ചുകൂടെ ഒക്കെ നിങ്ങളോട് ഇനി അവസരം കിട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കും.